വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ INTUC പ്രതിഷേധം. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ INTUC കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. തൃക്കാക്കര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. വിലക്കയറ്റം തടയുക, തൊഴിലാളി ക്ഷേമനിധികൾ സംരക്ഷിക്കുക, ക്ഷേമനിധി പെൻഷനുകളുടെ കുടിശ്ശികകൾ നൽകുക, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഫീസടക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ പ്രദേശത്തുകാരായിട്ടുള്ള BJP കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ നിർബന്ധിത മനപരിവർത്തനം നടത്താൻ ഇവർ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല, കൊടുക്കാൻ ഫീസ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ പ്രിൻസിപ്പളായ കന്യാസ്ത്രീ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തു. ഈ 3 കുട്ടികളുടെ പാരന്റ്സും അവരുടെ കൺസെന്റും കൂടി ഉണ്ടായിട്ടും പോലീസോ ഉദ്യോഗസ്ഥന്മാരോ നോക്കിയിട്ട് വിടേണ്ട ഒരു നിസ്സാരമായ ഒരു കാര്യത്തെ അവർക്കെതിരായി നിർബന്ധിത മതപരിവർത്തന നിയമം, മനുഷ്യക്കടത്ത് എല്ലാം ആരോപിക്കപ്പെട്ട ബജറംഗ് ദളിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ചത്. അല്ലാതെ രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലല്ല ഛത്തീസ്ഗഡിലെ പോലീസുകാർ അവിടെ ഈ കന്യാസ്ത്രീകളോട് പെരുമാറിയത്. ബജറംഗ് ദൾ എന്താണോ പറയുന്നത് അവർക്ക് അനുകൂലമാണ് നിലപാട് സ്വീകരിച്ചു. അവരെന്താ പറഞ്ഞത്? സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും കയറി ചെന്ന ബജറംഗ് ദളിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ മിണ്ടിപ്പോയാൽ നിങ്ങളുടെ മുഖം അടിച്ചു പോയിക്കും എന്നാണ് കന്യാസ്ത്രീകളോട് പറഞ്ഞത്. മിണ്ടിപ്പോകരുതെന്നാണ് പറഞ്ഞത്. വിലക്കയറ്റം തടഞ്ഞു നിർത്താതെ ജനജീവിതം ദുസ്സഹായമാക്കുകയും തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളും ആനുകൂല്യങ്ങളും ഇല്ലായ്മ ചെയ്തത് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ഗവൺമെന്റിനും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകിയിട്ടും ഗവൺമെന്റ് ജനവിധി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനദ്രോഹ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന മലയാളികളായ കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒരു നടപടിയും സ്വീകരിക്കാത്തത് വഞ്ചനാപരമാണ്. അന്യായമായി തുറങ്കിൽ അടക്കപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്ക് INTUC ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും കയ്യേറ്റങ്ങളും തടയാൻ കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. യോഗത്തിൽ നേതാക്കന്മാരായ മുൻ MLA PJ ജോയ്, അൻവർ സാദത്ത് MLA, തൈബ താജുദ്ദീൻ, P പ്രവീൺകുമാർ, PP അലിയാർ, ക്ലീബ സാമുവൽ, തർവായ്ക്കുട്ടി E, TK രമേശൻ, ഏലിയാസ് കാരിപ്ര, PM ഏലിയാസ്, ചന്ദ്രലേഖ ശശിധരൻ, ഷൈജ ബെന്നി, അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.